പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ഏപ്രിൽ മാസം 9-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചിരുന്നു. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി, എത്ര അതിശയമായിട്ട് കർത്താവ് നടത്തി, ശ്രേഷ്ഠമായിട്ട് നടത്തി. ആ കരങ്ങളെ ഉയർത്തി കഴിഞ്ഞ പകൽക്കാലം ഓർത്തിട്ട് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം അപ്പാ, നന്ദിയോടെ സ്തോത്രം അപ്പാ, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചത് ഓർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ ആമേൻ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പറയാം, കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, ശ്രേഷ്ഠമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഈ പ്രഭാതത്തിൽ അപ്പ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. 3-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യം, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നും ഇരിക്കുന്നു. 8-ാമത്തെ വാക്യം, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രതയോടെ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അപ്പ ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അപ്പ, ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളുടെ മുഖത്തെ അങ്ങ് പ്രകാശിപ്പിക്കുന്ന അപ്പയാകിയാൽ സ്തോത്രം ചെയ്തു. അപ്പ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആമേൻ ഈ ശബ്ദം ഇന്ന് കേൾക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവിക നിറവ് അവരുടെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ വലിയ പ്രവൃത്തിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ അവരെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. രോഗത്തിൻ്റെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് ഇയർ ഇൻഫെക്ഷനായിട്ട്, ആ ചെവിയിലേക്കുള്ള ഞരമ്പുകളിലൊക്കെ ഇൻഫെക്ഷനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിന് അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ സൗഖ്യം അവരുടെ മേൽ വരട്ടെ. ആമേൻ. യേശുവിൻ നാമത്തിൽ ആ ഇയർ ഇൻഫെക്ഷൻ വിട്ട് ആ പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ സൗഖ്യമായതിനായിട്ട് സ്തോത്രം. അതുപോലെ യൂറിനകത്ത് ഇൻഫെക്ഷനായിട്ട് ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡിനകത്ത് ഇൻഫെക്ഷനായിട്ട് ഭാരപ്പെടുന്നവർ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവ്, മെൻ്റൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ വെന്റിലേറ്ററിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. അവർ മരിക്കത്തില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കത്തക്കണം. അവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അത്ഭുതം സംഭവിച്ചതിന് നന്ദി. യേശുവിൻ നാമത്തിൽ വിടുതലയക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, അവരെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. കർത്താവിൻ്റെ അത്ഭുതം കാണുവാൻ സഹായിക്കണം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ദൈവിക ഇടപെടലുകൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് കരുതണം, പരിപാലിക്കണം, സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്മേൽ കർത്താവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ. ആത്മശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും അസാധാരണ ആത്മനിറവ് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വം അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട. ദൈവത്തിൻ്റെ കൃപ, സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം കർത്താവ് അനുവദിച്ചാൽ 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം. ആരും അതിനെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ആരും അത്
പങ്കെടുക്കാതിരിക്കരുത്. തിങ്കളാഴ്ചത്തെ മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവെ തിങ്കളാഴ്ചത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് രാത്രിയിലും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായിട്ടും ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായൊരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികമിട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരെക്കാളും അധികമായിട്ടിരിക്കുന്നു എന്ന് സത്യമായിട്ട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. അപ്പം കർത്താവ് എന്താ നോക്കി, കർത്താവ് ദരിദ്രയായൊരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടു. ധനവാന്മാർ പലരും ഭണ്ഡാരത്തിൽ കൊണ്ട് വലിയ വലിയ എമൗണ്ടുകൾ ഇട്ട് കാണും. ഈ സഹോദരി 2 കാശ് ഇട്ടപ്പം 200 കാശും 2000 കാശും ഒക്കെ ഇട്ടവരുണ്ടാകാം. പക്ഷേ കർത്താവ് പറയുക, ഈ വിധവയുണ്ടല്ലോ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു. കാരണം കർത്താവ് ഇവളിട്ടിരിക്കുന്ന 2 കാശ് കാണാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ മറ്റവരിട്ടിരിക്കുന്ന 2000 കാശ് കാണാഞ്ഞിട്ടല്ല, 200 കാശ് കാണാഞ്ഞിട്ടല്ല. ഈ വിധവയുടെ കർത്താവ് നോക്കിയത് ഇവിടെ ഹൃദയത്തിലേക്ക്, അവളുടെ മനോഭാവമാണ് കർത്താവ് നോക്കിയത്. അവൻ അവളുടെ മനോഭാവത്തെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സിലായി, അവൾ ദൈവത്തോടുള്ള സ്നേഹത്തിലാണ് അത് ചെയ്യുന്നത്. അവളൊരു ചടങ്ങായിട്ടോ ഒരു കടമയായിട്ടോ കൊണ്ടിട്ടതല്ല. അവൾക്ക് അവിടെ കയ്യിലുള്ളത് ദൈവസ്നേഹം കൊണ്ട് അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചു. എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ ചെയ്യുന്നത് എന്തും അത് ഹൃദയപൂർവ്വം ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുണ്ടാകുകയുള്ളൂ. അത് നമ്മളൊന്ന് ആരാധിക്കുകയാണെങ്കിൽ പോലും, ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ പോലും അത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം, മനസ്സോടെ ചെയ്യണം. നമ്മൾ ആരാധനയ്ക്ക് പോകുന്നത് അത് ഹൃദയത്തിൽ നിന്നായിരിക്കണം, മനസ്സോടായിരിക്കണം. നമ്മൾ ഹല്ലേലൂയ പറയുന്നതും കൈകൾ ഉയർത്തുന്നതും അത് ഹൃദയപൂർവ്വം മനസ്സോടാ ചെയ്യുന്നതെങ്കിൽ അത് ദൈവനാമം മഹിമപ്പെടുവാൻ കാരണമായി തീരും. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നതെല്ലാം എന്ത് ചെയ്യണം? മനസ്സോടെ ചെയ്യണം, ഹൃദയപൂർവ്വം ചെയ്യണം. ഹൃദയപൂർവ്വം ചെയ്യുമ്പോൾ അതിനകത്ത് ചില ത്യാഗമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിച്ച് നോക്കി, വിധവയുടെ ആകെ 2 കാശ്. അവൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തിരുവഴുത്തിൽ പറഞ്ഞ് എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നത് ഞാൻ അറിയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് വഴിപാടിട്ടു, എന്നാൽ ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന്. ഇപ്പം തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് അവൾ ഇട്ടിരിക്കുന്നത്. അവൾക്ക് വേറെ ഉണ്ടാകത്തില്ല. ഈ 2 കാശ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഒന്നും കൈ കാണത്തില്ല. അവൾ ത്യാഗത്തോടാണ് ചെയ്ത്. അപ്പോൾ അവിടെ കയ്യിലുള്ള ധാരാളത്തിനകത്തുനിന്ന് ഇടുകയല്ല. ഇപ്പം ചിലർ പറയത്തില്ലേ, സമയം ഇഷ്ടം പോലുണ്ട്, എന്നാൽ അതിനകത്തുനിന്ന് 1 മണിക്കൂർ ആരാധനയ്ക്ക് വേണ്ടി മാറ്റി വെക്കും. ചിലരാണ് രാവും പകലും ജോലി ചെയ്തവരാണ്, എന്നിട്ടും അവർക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവർ സമയം മാറ്റി വെച്ച് ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. അതിന് പറയുന്നു ത്യാഗത്തോടു കൂടി പോവുക. അതാണ് ദൈവം പ്രസാദിക്കുന്നത്. ചിലർ ചെറിയ സാഹചര്യം മോശമായി കഴിഞ്ഞാൽ അവർ ആരാധന മുടക്കും, അവർ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവർക്ക് ത്യാഗം സഹിക്കാൻ അവർ തയ്യാറല്ല. എന്നാൽ ഈ സഹോദരിയുടെ ഹൃദയത്തിലേക്ക് കർത്താവ് നോക്കിയപ്പോൾ ഹല്ലേലൂയ, എന്താ കർത്താവ് കണ്ടത്? ആ ത്യാഗത്തോടുകൂടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവൾ ചെയ്തതാണ്. അപ്പം ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ എന്ത് കർത്താവിന് വേണ്ടി ചെയ്താലും ആമേൻ ചെറുതായാലും വലുതായാലും അത് കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. നമ്മൾ ഹൃദയത്തിൽ എത്രമാത്രം സ്നേഹത്തോടെ, സിൻസിയറായിട്ട്, വിശ്വസ്തയോടെയാണ് കൊടുക്കുന്നത്, ചെയ്യുന്നത് എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ദൈവം എന്ത് ചെയ്യും? പ്രസാദിക്കുവാനിടവരും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അത് സിൻസിയറായിട്ടും വിശ്വസ്തയോടും ത്യാഗത്തോടും ചെയ്യാൻ തയ്യാറാകണം. അവിടെയാണ് ദൈവിക അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഈ ഇയർ കർത്താവിൻ്റെ അനുഗ്രഹം വെളിപ്പെടുന്ന വർഷമാണ്. അതുകൊണ്ട് ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്ന വണ്ണം വിശ്വസ്തയോടെ ഹൃദയത്തിൽ നിന്ന് ത്യാഗപൂർവ്വം ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഞങ്ങളെ അറിയിക്കണം. നമുക്ക് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ അത് ഷെയർ ചെയ്യാം. എല്ലാവരും പങ്കെടുക്കുക. God bless you.